രണ്ട് സംഖ്യകളുടെ തുക 99, അവയുടെ വ്യത്യാസം 49 ആയാൽ അതിലെ വലിയ സംഖ്യ ഏത്? ഇത് LDC 2013 പത്തനംതിട്ടയിലെ ഒരു ചോദ്യമായിരുന്നു. രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തന്നിട്ടുണ്ട്. നമുക്ക് സംഖ്യകൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി ആദ്യം തന്നെ സംഖ്യകൾ എന്നത് എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. രണ്ട് സംഖ്യകളുടെ തുക സമം 99. അതിന് മാത്തമാറ്റിക്സിന്റെ ഭാഷയിൽ എഴുതുമ്പോൾ x + y = 99 ആണ് ഇക്വേഷൻ നമ്പർ 1. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം = 49. അതായത് x - y = 49 ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കൂ, രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. മാത്തമാറ്റിക്സിൽ രണ്ട് വേരിയബിൾസുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വേരിയബിളിനെ ഒഴിവാക്കിയേ പറ്റൂ. അതിനുവേണ്ടി നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുകയോ ഡിവിഷൻ ഉപയോഗിക്കുകയോ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും ആഡ് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുക, വൈ ടേംസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുക, നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആഡ് ചെയ്യുക. ഇവിടെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ x + x 2x ആണ്, y - y ആണ്, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അപ്പോൾ അത് 0 ആയി പോകും. ഈക്വൽ ടു 99 + 49 = 148. അതായത് 2x = 148 ആണ്. x എന്നത് 74 ആണ്. ഈ ഇൻഫർമേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 3 ഞാൻ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 74 + y = 99 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാം. അതിന് y = സൈനിന്റെ ഇടതുവശത്ത് നിൽക്കട്ടെ. 74നെ നമ്മൾ ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ 74 എന്നത് -74 ആയി മാറും. y = 99 - 74. y = 25 കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടിക്കഴിഞ്ഞു. ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. x + y 99ഉം x - y 49ഉമാണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എക്സും വൈയും ശരിയാണ്. നമ്മുടെ ചോദ്യം സംഖ്യകൾ കാണാനായിരുന്നില്ല, അതിൽ വലിയ സംഖ്യ ഏത് എന്നായിരുന്നു. നമ്മുടെ വലിയ സംഖ്യ 74 ആണ്. രണ്ട് സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5 ആയാൽ അതിലെ ചെറിയ സംഖ്യ ഏത്? ഉത്തരം 10 ആണ്. ഇത് സ്വയം ചെയ്തു നോക്കൂ.